അല്ലെങ്കിലും ഈ ഇഡലിയും ദോശയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. 10 മണിക്ക് കഴിച്ചാൽ 11:30 ആകുമ്പോഴത്തേക്കും വിശക്കുന്നേ. എന്നാൽ മട്ടമ്പിരിയുടെ നാട്ടായ മലപ്പുറത്ത് 5 വർഷമായി ഇഡലി മാത്രം വിൽക്കുന്ന ഒരു കടയുണ്ട്, ഒരു പ്രവാസിയുടെ കട. ആ ഇഡലി പെരുമയാണ് ഇനി കലേഡോസ്കോപ്പിൽ. ചപ്പാത്തിയും പിന്നെ മട്ടൻ കറിയും പത്തിരിയും, ഇതാണ് ഒരു ശരാശരി മലപ്പുറത്തുകാരന്റെ മെനു. എന്നാൽ ബിരിയാണി ചെമ്പ് മാത്രം കണ്ട് ശീലിച്ച മലപ്പുറത്തുകാരെ ഇഡലി ചെമ്പ് കാട്ടി ഒരു പ്രവാസി മലയാളി മയക്കിയെടുത്തിരിക്കുന്നു. രാവിലെ മുതൽ രാത്രി വരെ ചൂടുള്ള ഇഡലിയും സാമ്പാറും മാത്രം വിളമ്പി മലപ്പുറം ടൗൺ ഹാളിന് സമീപം ജനാർദ്ദനൻ എന്ന പ്രവാസിയുടെ ഇഡലിക്കട നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഇഡലിക്കട മലപ്പുറത്തുകാർ സ്വീകരിച്ചിട്ട് 5 വർഷമായി. മട്ടൻ കറിയും ബിരിയാണിയും ദേശീയ ഭക്ഷണമാക്കിയ മലപ്പുറത്തുകാർക്ക് സാമ്പാർ പ്രിയപ്പെട്ടതാക്കി മാറ്റിയതാണ് കടയുടെ വിജയരഹസ്യം. 18 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തിയ ജനാർദ്ദനൻ മലപ്പുറത്തിന്റെ ഭക്ഷണ രീതിയിൽ വൈവിധ്യം കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സമയത്ത് ഇപ്പൊ കുറെയൊക്കെ അതിന് ഇറച്ചി മീനിനോട് ആൾക്കാർ കുറെയൊക്കെ മടുത്തു തുടങ്ങിയിട്ടുണ്ട്. വെറ്റിയാറി ഇപ്പൊ ഇവിടെ 2-3 കടകൾ വെറ്റിയാറി ഓടുന്നുണ്ട്. മലപ്പുറത്ത് ഇറച്ചി മീനില്ല, നേരത്തെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. പുലർച്ചെ 5 മണിയോടെ ഇഡലിക്കട സജീവമാകും. പിന്നെ രാത്രി 8 മണി വരെ ഇഡലി മാത്രം. ദിവസേന ശരാശരി 1800 ഇഡലികളെങ്കിലും ഇവിടെ വിറ്റുപോകുന്നു. സ്വാഭാവികമായും പ്രേക്ഷകർക്ക് സംശയം തോന്നാം, ഇങ്ങനെ ഇഡലി വിളമ്പിയാൽ മടുക്കില്ലേ എന്ന്. മടുക്കാത്തത് കൊണ്ടല്ലേ ആളുകൾ വീണ്ടും വീണ്ടും വന്ന് ഇഡലി തിന്നുന്നതെന്ന് ജനാർദ്ദനന്റെ മറുപടി. ഇനി ഇഡലി പാചകം നോക്കാം. പഴയ മണ്ണെണ്ണ സ്റ്റൗവിൽ കൂറ്റൻ ഇഡലി ചെമ്പ് വെച്ചാണ് പാചകം. സാമ്പാറും ചട്നിയും ഭാര്യ ശാന്ത വീട്ടിലുണ്ടാക്കി കൊണ്ടുവരും. ഒരു ചെമ്പിൽ 60 ഇഡലി തയ്യാറാക്കും. മലപ്പുറത്ത് ഒരു ഇഡലിക്കട കഴിഞ്ഞ 5 വർഷമായി വിജയിച്ചതിന്റെ രഹസ്യം നാടൻ പാചകം തന്നെയാണെന്നും ജനാർദ്ദനൻ പറയുന്നു. അപ്പോ പിന്നെ മലപ്പുറത്ത് പോകുമ്പോൾ ഇഡലിക്കടയിൽ കയറാൻ മറക്കണ്ട.